ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ഗ്രിൽഡ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ സൈഡൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ ചട്നി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഗ്രീൻ ചട്നി ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചട്നിയിലേക്ക് കുറച്ച് മല്ലിയിലയാണ് വേണ്ടത്. ഒരു ചെറിയ കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ അത്രയ്ക്ക് വേണ്ട കേട്ടോ, കുറച്ച് അതിൻ്റെ ഒരു പകുതി മതിയാകും, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത്. വലുതിൻ്റെ ആണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ മതി ഇട്ടത്. ഇതുപോലത്തെ ഒരു 3 പീസ്, ഇത് കറക്റ്റ് അളവായിരിക്കും. ക്യാപ്സിക്കം കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് കേട്ടോ. ഇത് അത്യാവശ്യം എരിവുണ്ട്, അല്ലെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ കുറച്ച് കുറവ് ഒരു ഇത്തിരി ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അടിച്ച് നോക്കാം. എന്നിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ആദ്യം വേണ്ടത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം അത്യാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. സാധാരണ നമ്മൾ ഗ്രീൻ ചട്നിക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യില്ല. സാൻഡ്വിച്ചിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ടേസ്റ്റും കുറച്ചുകൂടി തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ചേർക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രോസൺ ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണെങ്കിലും മതി, വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണെങ്കിലും മതി, കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും നമ്മളെപ്പോഴും ബ്രോസ്റ്റഡ് ഐറ്റംസോ ഗ്രിൽഡ് ഐറ്റംസൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചട്നിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൂടെ ചേർത്ത് അരച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു കട്ടിപ്പ് കൂടിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു ഇത്തിരി പുളിയൊക്കെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു കട്ടിയും കൂടുതലുണ്ട്. ഇത്രയ്ക്ക് കട്ടിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. അതുകൊണ്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മുടെ ഗ്രീൻ ചട്നി എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇടുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ ഐറ്റംസിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ഐറ്റംസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പിയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ബ്രോസ്റ്റഡ് ഐറ്റംസ് അല്ലെങ്കിൽ അൽഫാം റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നി തന്നെയാണിത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വൈറ്റ് സോസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഗാർലിക് സോസ് തൂമിൻ്റെ ഒരു റെസിപ്പി മുൻപ് ചെയ്തിട്ടുണ്ട്. അതായത് മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഇത് എഗ്ലെസ് ആണ് കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റിനാണ് കേട്ടോ. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ലെസ് മയണൈസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഉടനെ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്